ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. വിക്ടിമിൻ്റെ കോൺഫിഡൻസ് ആണ് നാർസിസിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഈ കോൺഫിഡൻസ് തകർക്കൽ അവർക്ക് നിർബന്ധമാണ്. അതിന് പല അടവുകളും അവർ ഉപയോഗിക്കും. അങ്ങനെയുള്ള അടവുകളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ കുറ്റപ്പെടുത്തൽ പോലും അല്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. ആ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും നീ ഒന്നും കൂടി സ്മാർട്ടായിരുന്നെങ്കിൽ, നിനക്കൊന്നും ചെയ്യാൻ അറിയില്ല, നീ എന്താണ് ഇങ്ങനെ, കറിക്ക് ഉപ്പ് കൂടിപ്പോയി, അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകളും പരാതികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒരു ദിവസം കേട്ടാൽ ഓക്കെ, ഇത് എല്ലാ ദിവസവും കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം കുറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല, നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തെ വഴി. ഇനി രണ്ടാമത്തെ വഴി നോക്കാം. മറ്റുള്ളവരുമായിട്ട് നിരന്തരം കമ്പയർ ചെയ്യുക. എൻ്റെ അമ്മയെ കണ്ടുപിടിക്കുക, അമ്മ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, നിന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് എത്ര നല്ലവനാണ്, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കും, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന രീതിയിൽ നിരന്തരം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുന്നതും നമ്മുടെ ആത്മവിശ്വാസം തകർക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രശംസ പിൻവലിക്കൽ. അതായത് ആദ്യഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ പ്രശംസിക്കും. ഒരേ കാര്യത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണ്, സൂപ്പറാണെന്നൊക്കെ പറയും. പിന്നീട് ഒന്നും പറയാതെ ആവും. സീറോ സ്ട്രോക്ക് എന്നൊക്കെ പറയും. സീറോ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാതിരിക്കൽ തന്നെ നമുക്ക് ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരു മുഖം ചുളിച്ച രീതിയിലായിരിക്കും കാണിക്കുക. അപ്പോൾ ഇതും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കും. കാരണം മുമ്പ് നല്ലോണം പ്രശംസിച്ചിരുന്നു, ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിനർത്ഥം എൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം മോശമായതുകൊണ്ട് എന്ന് വിക്ടിം വിചാരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, പക്ഷേ അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യഘട്ടത്തിൽ ലവ് ബോംബിങ് സമയത്ത് നല്ല രീതിയിൽ പ്രശംസിക്കുകയും പിന്നീട് ആ പ്രശംസ ഇവർ പിൻവലിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം താനെ തകർന്ന് തരിപ്പണമാവും. നാലാമത്തെ വഴി നോക്കാം. നാലാമത്തെ എന്ന് പറയുന്നത് തീരുമാനമെടുക്കാൻ ഭയപ്പെടുത്തലാണ്. നമ്മൾ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ അന്ന് തീരുമാനം എടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. അപ്പോൾ തീരുമാനമെടുക്കാൻ തന്നെ നമുക്ക് പേടിയാവും. മാത്രമല്ല, എല്ലാ തീരുമാനവും അവരോട് ചോദിച്ച് എടുക്കുന്ന ഒരു അവസ്ഥയിലെത്തും, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലെത്തും. കാരണം നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല, അറിവില്ല എന്ന രീതിയിൽ അവർ നിരന്തരം പറഞ്ഞ് വരുത്തി തീർത്തിട്ടുണ്ടാവും. മറ്റുള്ളവരോട് പറയും, ഇവൾ അന്ന് ചെയ്ത ആ തീരുമാനത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. എന്തും ചെറുതു വലുതുമാവട്ടെ, എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും, എന്തൊരു കാര്യം വാങ്ങിയിട്ടുണ്ടെങ്കിലും, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഇവർ കുറ്റം കണ്ടെത്തുകയും അവസാനം ഈ വിക്ടിമിന് തോന്നും, ഞാനിതൊന്നും ചെയ്യാൻ ഏബിൾ അല്ല, എഫിഷ്യൻ്റ് അല്ല, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നാർസിസിസ്റ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏൽപ്പിക്കുന്ന അവസ്ഥയിലെത്തും. അതോടെ ഈ വ്യക്തിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയാവും. മിക്ക വിക്ടിമിനെ നോക്കിക്കഴിഞ്ഞാലും ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരോട് ചോദിച്ച് തീരുമാനമറിഞ്ഞ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഇനി അഞ്ചാമത്തെ ലക്ഷണത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ് തകർക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട്, അപമാനിക്കൽ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെ പറയും. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖം ചുളിച്ചു അല്ലെങ്കിൽ നമ്മളെ വിഷമം കാണിച്ചു കഴിഞ്ഞാൽ, അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഒരു തമാശ എടുക്കാൻ പോലും നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കും. അതോടെ എന്ത് ചെയ്യും, അതോടെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിക്കുന്ന സമയത്ത് നമുക്കൊട്ടും കഴിവില്ല എന്നുള്ളതും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ പതുക്കെ രൂഢമൂലമാവും, അത് ശക്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ലക്ഷണമാണ്. ഇനി ആറാമത്തെ ലക്ഷണത്തിലേക്ക് പോകാം. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശക്തിയെ ദൗർബല്യമായിട്ട് ചിത്രീകരിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ ദാനധർമ്മിഷ്ഠനാണ് അല്ലെങ്കിൽ കടം കൊടുക്കുന്ന ഒരാളാണ്. ഇതൊക്കെ നല്ല സ്വഭാവമാണ്. ഈ സ്വഭാവം കാണിക്കുന്ന സമയത്ത് അവർ അതിനെ കുറ്റപ്പെടുത്തും. നീ അന്ന് ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഗതിയിലെത്തുന്നത്, നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയത് നിന്നെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശക്തിയെ ദൗർബല്യമായി ചിത്രീകരിക്കുകയും നമുക്ക് അത്തരം പ്രവൃത്തി, ആ നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. പ്രത്യേകിച്ച് സത്യസന്ധരായ ആൾക്കാർ ഒരിക്കലും കളവ് പറയില്ല. കളവ് പറയുന്നത് അവർക്ക് കൊല്ലുന്നതിന് തുല്യമാവും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ കളവ് പറയാത്തതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടും. ഇതിനെ ചൊല്ലി നാർസിസിസ്റ്റ് പറയും, നീ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അന്ന് അവർ ചെറിയൊരു കളവ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ ശക്തിയെ, ഇതൊക്കെ ശക്തിയാണ് കേട്ടോ, ഈ ശക്തിയെ ദൗർബല്യമായിട്ട് ചിത്രീകരിക്കുകയും നമുക്ക് പിന്നീട് സത്യസന്ധരായി പെരുമാറാൻ, അല്ലെങ്കിൽ നമ്മുടെ ശക്തി എന്താണോ അതിനെ തിരിച്ചറിയാൻ, അതിനെ തുടരാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഏഴാമത്തെ ലക്ഷണത്തിലേക്ക് പോകാം. നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യലാണ് ഏഴാമത്തെ പോയിന്റ്.
അതായത് നിങ്ങൾക്ക് പല കഴിവുണ്ടാവും. ഈ കഴിവിനനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടും. ഉദാഹരണം പറയാം, നിങ്ങൾക്ക് അത്യാവശ്യം കണക്ക് കൂട്ടാനും അക്കൗണ്ടിങ്ങൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിന് ചേരുകയാണ്. അപ്പോൾ പറയുകയാണ് ഇവർ, എന്തിന് വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്, നിന്നെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും എന്നെ കൊണ്ട് പറ്റൂല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴിവാണത്. ആ കഴിവിനെ നടപ്പിലാക്കാൻ ഇവർ സമ്മതിക്കൂല. ആ കഴിവിനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാവുകയും ഇവരിൽ നിന്ന് ഡിപ്പെൻഡൻസി ഇല്ലാതാവുകയും ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ പോകുന്നു പേടിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ കഴിവിനെ പോലും അവർ അംഗീകരിക്കില്ല. കഴിവിനെ കഴിവുകേടായിട്ട് ചിത്രീകരിക്കുകയും നിന്നെക്കൊണ്ട് പറ്റൂല എന്ന് നിരന്തരം പറയുകയും ചെയ്യുമ്പോൾ നമ്മളത് പതുക്കെ പതുക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുകയും ചെയ്യും. ഇനി 8ാമത്തെ പോയിന്റ് നോക്കാം. നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒറ്റപ്പെടുത്തുക. അതായത് നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ, നിങ്ങളെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾ, അങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ടവരാരാണോ അവരായിട്ട് നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുക. ആക്ച്വലി അവരായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി തിരിച്ചറിയുകയും കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാലോ, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. അതോടെ ഈ നാർസിസ്റ്റിലേക്ക് തന്നെ ഒതുങ്ങുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിറകരിയുന്നത്. തുടക്കം തന്നെ പല കാരണങ്ങളും പറഞ്ഞ് ഇങ്ങനെ ചിറകരിഞ്ഞരിഞ്ഞ് ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും അവസാനം അവർ വിജയിക്കുകയും ചെയ്യും. ഈ വിജയിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് കൂടി നമുക്ക് നഷ്ടപ്പെടും. ഒറ്റപ്പെടൽ അനുഭവിക്കുകയും ഈ ഒറ്റപ്പെടൽ മാറ്റാൻ വേണ്ടി ഇവർക്ക് തന്നെ ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇനി 9ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഈ പോയിന്റ് പറയുന്നത് നമ്മുടെ പഴയ തെറ്റുകൾ, നമ്മൾ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അശ്രദ്ധ വന്നിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മൾ ആരോടാണ് ആദ്യം പറയുക? ഉറപ്പായിട്ടും നാർസിസ്റ്റിനോടായിരിക്കും. ഇത് പല ഘട്ടങ്ങളിലായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്തോ, നമ്മളെ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുന്ന സമയത്തോ, എന്തെങ്കിലും സമയത്ത് പല പല ഘട്ടത്തിലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയും തോറും നമുക്ക് ആ പഴയ ഓർമ്മ ഉണ്ടാവുകയും കുറ്റബോധം ഉണ്ടാവുകയും വിഷമം ഉണ്ടാവുകയും അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് നമ്മളെ ഒരിക്കലും ഇവർ ഉയരത്തിൽ കയറാൻ സമ്മതിക്കില്ല. ഉയരത്തിൽ കയറുമ്പോൾ കാല് പിടിച്ച് താഴോട്ടിടും. ഈ കോൺഫിഡൻസ് കുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ആയുധമാണ് നിങ്ങളുടെ തെറ്റുകൾ. പല വിക്ടിംസിൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവരോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട്, ഓപ്പൺനെസ് കൊണ്ട് എല്ലാം ആദ്യം തന്നെ പറയും. അത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യത്തിന് ഇങ്ങനെ താഴോട്ടിടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇനി ലാസ്റ്റ് പോയിന്റ്, 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി, അപ്പോൾ പറയാം ആ തുക്കട സ്ഥാപനത്തിലല്ലേ, അവിടെ എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടൂല, അതിന് ഇത്ര വലിയ സംഗതിയാക്കാനുള്ളത് എന്താണ്? അതേപോലെ നിങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ പരീക്ഷ വീക്കാണ്, എല്ലാവർക്കും എളുപ്പമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കും, അതിനെ ചെറുതാക്കി കാണിക്കും. അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ കോൺഫിഡൻസ് തകർത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലുണ്ടാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാർസിസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ ഘട്ടവും നിങ്ങളറിയാണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്ന് 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 നിങ്ങൾ ഒന്നുമല്ലാതായി, നിങ്ങൾക്ക് സ്വന്തം ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെ ഇവർക്ക് ഡിപ്പെൻഡൻ്റായി, ഇവർക്ക് അടിമകളായി ജീവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവും. ഏതുമാവട്ടെ, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ മനഃശാസ്ത്ര ജീവിതത്തിലെ രസകരവും അതുപോലെ ഉപകാരപ്രദവുമായ ഒരുപാട് അറിവുകൾ കോർത്തുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ്. അതിൻ്റെ 1ാം പതിപ്പ് വിറ്റ് തീർന്നു, 2ാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ മുകളിലെ നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും കാണാം. നന്ദി.